സോ ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു SSC മലയാളി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് DNA ആയിരുന്നു. ഓക്കെ, ആ DNAയുടെ ബാക്കി കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് DNA എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയടാ, കാരിയർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അല്ലെ, നമുക്കറിയാം എന്താണ്, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്, അത് DNA ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫ്ലെയിം റിട്ടാർഡന്റ്. അല്ലെ, ഒരു നാച്ചുറൽ ഫ്ലെയിം റിട്ടാർഡന്റ് ആണ് ഏത്, നമ്മുടെ DNA എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കമ്പോസിഷൻ ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഫ്ലെയിം റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും, DNAക്ക് സാധിക്കും. ഓക്കെ, ഇനി ന്യൂക്ലിക് ആസിഡ് എന്താ നോക്കിയേ, ലോങ് പോളിമർ മെയ്ഡ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കോൾഡ് ന്യൂക്ലിയോടൈഡ്സ്. എക്സാമ്പിൾ DNA അല്ലെങ്കിൽ RNA. ഓക്കെ, DNA അല്ലെങ്കിൽ RNA ആണ് നമ്മൾ എന്ത് പറയാറ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയാറ്. അല്ലെ, DNA എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും RNA എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡും. അല്ലെ, നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് വരുവാണെങ്കിൽ നൈട്രജീനസ് ബേസസ്. ഓക്കെ, നൈട്രജീനസ് ബേസസ് എന്താ നോക്കിക്കേ. നൈട്രജീനസ് ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് കമ്പൗണ്ട്സ് ദാറ്റ് ആർ fundamental components of nucleic acid like DNA and RNA. They are building blocks of nucleotides. Okay, എന്താ പറഞ്ഞേക്കുന്നത്, നൈട്രജനസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. അല്ലെ, നൈട്രജൻ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൈട്രജീനസ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവരെന്താ ചെയ്യുന്നത് നോക്കിയേ, they are the fundamental components of nucleic acid. അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച ന്യൂക്ലിക് ആസിഡുകളുടെ, അതായത് DNA അല്ലെങ്കിൽ RNAയുടെ ഒക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണന്റ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നൈട്രോജീനസ് ബേസസ് ആണ്. ഓക്കെ, ഇനി ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അല്ലെ, ന്യൂക്ലിയോടൈഡ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഏത്, നമ്മുടെ നൈട്രോജീനസ് ബേസസ് അല്ലെങ്കിൽ നൈട്രോജൻ ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി DNAയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, DNAയിൽ നോക്കിയടാ, DNAയുടെ കേസിൽ ദ 4 നൈട്രോജൻ ബേസസ് ആണുള്ളത്. ഓക്കെ, 4 നൈട്രോജൻ ബേസസ് ആണുള്ളത്. ഏതൊക്കെയാ നോക്കിയേ, അഡിനിൻ ഉണ്ട്. അല്ലെ, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചു കാണും, അഡിനിൻ ഉണ്ട്. ഓക്കെ, അല്ലെ, ഗ്വാനിൻ ഉണ്ട്. അല്ലെ, നമ്മൾ എ പറഞ്ഞ എന്താ അഡിനിൻ റെപ്രസെന്റ് ചെയ്യും, ഗ്വാനിൻ ആവുമ്പോൾ G ആണ്. അല്ലെ, സൈറ്റോസിൻ ഉണ്ട്. അല്ലെ, സൈറ്റോസിൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, സൈറ്റോസിൻ എന്ന് പറയുമ്പോൾ C ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തൈമിൻ, അല്ലെ, തൈമിൻ എന്താണ്, T. അല്ലെ, തൈമിൻ എന്ന് പറയുമ്പോൾ T ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെ, ഇനി RNAയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഓക്കെ, DNAയിൽ നിന്ന് RNAയിലോട്ട് വരുന്ന സമയത്ത് നൈട്രോജൻ ബേസിൽ എന്തുണ്ട്, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണെന്നറിയോ, തൈമിൻ ഇല്ലേ, നമ്മുടെ തൈമിൻ. അല്ലെ, തൈമിനെ RNAയിൽ വരുന്ന സമയത്ത് യുറാസിൽ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ DNAയുടെ നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? ഇത്രയുമാണ് എന്തിന് നൈട്രോജൻ ബേസിസ് ആയിട്ട് വരുന്നത്, DNAയുടെ നൈട്രോജൻ ബേസിസ് ആയിട്ട് വരുന്നത്. ഇനി RNAയുടെ നൈട്രോജൻ ബേസിസ് ആയിട്ട് വരുന്ന സമയത്ത് ഈ തൈമിനെ ആര് റീപ്ലേസ് ചെയ്യൂടാ, യുറാസിൽ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കേസിലോട്ട് വരുവാണെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്താ നോക്കിയേ, നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ DNAയിലെ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 4 നൈട്രോജൻ ബേസ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്ത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ന്യൂക്ലിയോസൈഡ് എന്താ നോക്കിയേ, നൈട്രോജനസ് ബേസ് പ്ലസ് ഷുഗർ ആണ് ഏത്, നമ്മുടെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊന്നും എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയൊന്നുമില്ല, നിങ്ങൾ പക്ഷെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഓരോന്നിൻ്റെയും ക്രോമസോംസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹ്യൂമൻസിന് എത്ര ക്രോമസോം ഉണ്ട്, 46 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, ഗൊറില്ലയിലാണെങ്കിലോ 48 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, ഏപ്പിലാണെങ്കിലോ 48 ക്രോമസോംസ് ആണ്. ഡോഗിലാണെങ്കിൽ 78 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, ഫ്രൂട്ട് ഫ്ലൈയിലാണെങ്കിലോ 8 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് മാത്രമല്ല ബാക്കിയുള്ളതിൻ്റെ നമ്പർ ഓഫ് ക്രോമസോംസ് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ജീനാണ് പഠിക്കുന്നത്. ഓക്കെ, ജീൻ എന്താ നോക്കിയടാ, ഹെറിഡിറ്ററി യൂണിറ്റ് വിച്ച് ഡിറ്റർമൈൻസ് ദ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം. അല്ലെ,
ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഹെറിഡിറ്ററി ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് ജീനാണ് അല്ലെ. ഈ ജീൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, DNA വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, മേഡപ്പ് ഓഫ് DNA. ജീൻ ഈസ് മേഡപ്പ് ഓഫ് DNA. ഓക്കെ, ഇനി സിസ്റ്റോൺ എന്താ നോക്കിയടാ, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ജീൻ. ഓക്കെ, ജീനിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അത് സിസ്റ്റോൺ ആണെന്ന് പറയും. ഓക്കെ, ഇനി ഈ പറയുന്ന ജീൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ അത് ജൊഹാൻസ് ആണ്. ഏതാ വർഷം നോക്കിയടാ, 1909ലാണ്. ഓക്കെ, കിട്ടിയില്ലേ, മനസ്സിലായില്ലേ? ജീൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് ജൊഹാൻസ് ആണ്. 1909ലാണ് എന്ത് ചെയ്യുന്നത്, അത് കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ജീൻ പ്രൊഡ്യൂസ്ഡ് ബൈ, ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ജീൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് ഹർഗോബിന്ദ് ഖൊറാനയാണ്. ഓക്കെ, ഹർഗോബിന്ദ് ഖൊറാനയാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡ് നോക്കിയേ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ. ഓക്കെ, ഈ നമ്മുടെ DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ DNA RNA. ഓക്കെ, DNA RNA തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. RNA എന്ന് പറഞ്ഞാലോ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, കിട്ടിയോ? ഇനി DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഡബിൾ ഹെലിക്കൽ അല്ലെ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് എന്തിനകത്തുള്ളത്, DNA-ക്കകത്തുള്ളത്. നേരെ മറിച്ച് RNA-ക്ക് ആണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡ് ആണ്, രണ്ടെണ്ണം ഇല്ല, ഒറ്റ എണ്ണേ ഉള്ളൂ. ഓക്കെ, ഇനി DNA നോക്കിയടാ, ഡിയോക്സി റൈബോ ഷുഗർ ആണ് അല്ലെ. ഡിയോക്സി റൈബോ ഷുഗർ ആണ് ഏത്, DNA എന്ന് പറയുന്നത്. RNA ആവുമ്പോഴോ റൈബോ ഷുഗർ ആണ്. ഓക്കെ, കിട്ടിയോ? ഇനി DNA-യുടെ കേസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാ ഉള്ളത് നോക്കി, നൈട്രജൻ ബേസ് അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. ഓക്കെ, അതേ സമയത്ത് RNA-യിലാണെങ്കിലോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലെ. തൈമിന് പകരം എന്തവിടെ വരും, യുറാസിൽ വരും. ഓക്കെ, അത്രയും കാര്യം അറിഞ്ഞിരിക്കാം. ഇനി അതേപോലെ തന്നെ DNA നോക്കിയടാ, DNA is found in nucleus, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് അല്ലാതെ എവിടെ നമുക്ക് DNA കാണാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയസ് അല്ലാതെ എവിടെയൊക്കെ കാണാം DNA, മൈറ്റോകോൺട്രിയയിലും കാണാം, ക്ലോറോപ്ലാസ്റ്റിലും കാണാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. നന്നായിട്ട് ഇത് നോക്കിയിരിക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, DNA-യുടെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് അല്ലെ. എല്ലാ ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ ഒരു പരിധിയിലേറെ ഓർഗാനിസംസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്, DNA ആണ്. നമ്മുടെ ഏതാണ്, DNA ആണ് അല്ലെ. ഇനി നോക്കിയാൽ റെപ്ലിക്കേറ്റ് ടു ഫോം എ ന്യൂ DNA അതല്ലേ. ഇത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ DNA ഫോം ചെയ്യുന്നത് അല്ലെ. നോക്കി ഇത് എന്തൊക്കെ ചെയ്യും നോക്കി, ഇറ്റ് കൺട്രോൾസ് ഹെറിഡിറ്ററി, എവല്യൂഷൻ, മെറ്റബോളിസം അല്ലെ. നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, എവല്യൂഷൻ ബേസിൽ, അതുപോലെ തന്നെ മെറ്റബോളിസം. എന്താ മെറ്റബോളിസം എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കിയേ, അനലൈസ്ഡ് ഫസ്റ്റ് ടൈം ബൈ ആർതർ കോൺബർഗ്. ഓക്കെ, ആർതർ കോൺബർഗ് ആണ് ആദ്യമായിട്ട് ഇത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കാം. ഇനി RNA-യുടെ ബാക്കി കാര്യങ്ങളിലോട്ട് വരുവാണെങ്കിൽ നോക്കിയേ, വെരി ലിറ്റിൽ ഇൻസൈഡ് ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിനകത്ത് വളരെ കുറവേ ഉള്ളൂ, മോസ്റ്റ്ലി ഇൻ സൈറ്റോപ്ലാസം അല്ലെ. കൂടുതൽ എവിടെയാണ് കാണുന്നത്, സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇൻ സം വൈറസസ് അല്ലെ. എവിടെയൊക്കെയാണ് നമ്മൾ RNA കാണുന്നത്, HIV-ല്, റിട്രോ വൈറസിൽ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്, RNA കാണുന്നത്. ഓക്കെ, വൈറസുകളിൽ. ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. DNA പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തിനെ ഹെൽപ്പ് ചെയ്യൂടാ, പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്തിനാ ഹെൽപ്പ് ചെയ്യുക, പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി താഴത്ത് നോക്കിയേ, ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ. ട്രാൻസ്ക്രിപ്ഷൻ എന്താ നോക്കിയേ, പ്രോസസ് ഓഫ് ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA. ഓക്കെ, DNA-യിൽ നിന്ന് RNA-യിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ DNA-യിൽ നിന്ന് RNA-യിലേക്ക് ജനറ്റിക് ഇൻഫർമേഷന്റെ ഫ്ലോനെയാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ നോക്കിയേ, RNA-യുടെ തന്നെ കുറച്ച് ആൾക്കാരെ നമ്മൾ പഠിക്കുവാണെങ്കിൽ mRNA നിങ്ങൾ കേട്ട് കാണുമല്ലോ. mRNA-യുടെ ഫുൾ ഫോം എന്താ, മെസ്സഞ്ചർ RNA. ഓക്കെ, പുള്ളി എന്താ ചെയ്യുന്നത് നോക്കിയേ, ബ്രിങ്സ് മെസ്സേജസ് ഫ്രം DNA ഇൻ ന്യൂക്ലിയസ്
ടു സൈറ്റോപ്ലാസം ഇൻ കോഡഡ് ഫോം. അല്ലെ, എന്താ ചെയ്യുന്നത്? നമ്മൾ ന്യൂക്ലിയസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ടെന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഇറ്റ് ബ്രിങ്സ് ഇൻഫർമേഷൻ കൊണ്ടുവരും. എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുവരണേ നോക്കിയേ? ഫ്രം DNA ഇൻ ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസിനകത്തുള്ള DNAയിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകണേ നോക്കിയേ? സൈറ്റോപ്ലാസത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ. ഏത് ഫോമാറ്റിലാണ് നോക്കിയടാ? കോഡഡ് ഫോമിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ, കോഡഡ് ഫോമിലാണ് കൊണ്ടുപോകുന്നത്. ഇനി RNA എന്താ നോക്കിയടാ? റൈബോസോമൽ RNA അല്ലെ. റൈബോസോമൽ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെ. റൈബോസോം എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ റൈബോസോമൽ RNA എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, ഇനി tRNA എന്താ നോക്കിയടാ? ട്രാൻസ്ഫർ RNA ആണ്. ഇറ്റ് ഈസ് കാരിയർ ഓഫ് അമിനോ ആസിഡ് അല്ലെ, അമിനോ ആസിഡിന്റെ കാരിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ട്രാൻസ്ക്രിപ്ഷൻ എന്താ നോക്കിയേ? പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA into mRNA. ഓക്കെ, എന്താ പറഞ്ഞേക്കണേ? ട്രാൻസ്ക്രിപ്ഷൻ എന്താ നോക്കിയേ? പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA into mRNA. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇനി സെൽ വാൾ. ഓക്കെ, സെൽ വാളിന്റെ കേസ് എന്താ നോക്കിയാൽ നിങ്ങൾ? ഓരോ ഓർഗനലൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം പഠിച്ച ന്യൂക്ലിയസ് ആണ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ വാൾ ആണ്. ഓക്കെ, അപ്പൊ സെൽ വാൾ എന്താ നോക്കിയടാ? നോൺ ലിവിങ് ആണ്. ഓക്കെ, നോൺ ലിവിങ് ആണ്. ഇനി പിന്നെ എന്തൊക്കെയാണത്തുള്ളത് നോക്കിയേ? ഫ്രീലി പെർമിയബിൾ ആണ്. ഫ്രീലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ആർക്ക് വേണമെങ്കിലും അകത്തോട്ട് പോവാം, ആർക്ക് വേണമെങ്കിലും പുറത്തോട്ട് വരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീലി പെർമിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് എന്ത് വരുന്നത്? സെൽ വാൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൽ വാൾ വഴി എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും അകത്തോട്ട് പോവാം, ഓക്കെ, ആർക്ക് വേണമെങ്കിലും പുറത്തോട്ട് വരാം. ഓക്കെ, അപ്പൊ അതാണ് എന്തിന്റെ കേസ്? സെൽ വാളിന്റെ കേസ്. ഓക്കെ, അതാണ് ഫ്രീലി പെർമിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എവിടെയാ കാണുന്നത് നോക്കിയേ? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ്, ബാക്ടീരിയ, ഫംഗെ, ആൽഗെ ആൻഡ് സം ആർക്കിയ. ഓക്കെ, ആർക്കിയ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആണ് കേട്ടോ. ആർക്കിയ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്? സെൽ വാൾ കാണുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോ. സെൽ വാൾ ഇസ് നോട്ട് സീൻ ഇൻ അനിമൽ സെൽ. ഓക്കെ, അനിമൽ സെല്ലിൽ എന്തില്ലടാ? സെൽ വാള് ഇല്ല. ഓക്കെ, അനിമൽ സെല്ലില് സെൽ വാൾ ഇല്ല. എന്തിൽ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെൽസിലും ബാക്ടീരിയയിലും ഫംഗയിലും ഒക്കെ മാത്രമേ എന്തുള്ളൂ? നമ്മുടെ സെൽ വാള് ഉള്ളൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി എന്താ ഫംഗ്ഷൻ? ഇറ്റ് പ്രൊവൈഡ് ഷേപ്പ്, റിജിഡിറ്റി ടു ദ സെൽ അല്ലെ. ഷേപ്പും റിജിഡിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സെൽ വാളിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി പ്ലാന്റ്സിന്റെ സെൽ വാൾ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയോ? സെല്ലുലോസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സെല്ലുലോസ് വെച്ചിട്ടാണ് പ്ലാന്റ്സിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫംഗയുടെ ആണെങ്കിലോ കൈറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫംഗയുടെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിൻ വെച്ചിട്ടാണ് ഫംഗയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയയുടെ ആണെങ്കിലോ പെപ്റ്റിഡോഗ്ലൈക്കൺ അല്ലെ. ബാക്ടീരിയയുടെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് പ്ലാന്റ് സെല്ലിൽ എന്ത് കാണുന്നില്ല, എന്ത് കാണുന്നുണ്ട്? നമ്മുടെ സെൽ വാൾ കാണുന്നുണ്ട്. അനിമൽ സെല്ലിൽ എന്ത് കാണുന്നില്ല? സെൽ വാൾ കാണുന്നില്ല എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് സെൽ മെമ്പറൈൻ അല്ലെ. സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെ പേരുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? സെൽ മെമ്പറൈന് വേറൊരു പേര് പഠിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. അതെന്തായിരുന്നു? പ്ലാസ്മ മെമ്പറൈൻ അല്ലെ. അപ്പൊ സെൽ മെമ്പറൈൻ എന്ന് പറയാറുണ്ട്, പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയാറുണ്ട്, സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സെൽ മെമ്പറൈൻ ആണ്. അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്ന് അറിയപ്പെടാറുണ്ട്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്നറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സെൽ മെമ്പറൈൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ സെൽ മെമ്പറൈൻ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സെമി പെർമിയബിൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ വാളിനെ പോലെ ആർക്ക് വേണമെങ്കിലും അകത്തോട്ട് വരാം, ആർക്ക് വേണമെങ്കിലും പുറത്തോട്ട് പോകാന്നുള്ള പരിപാടിയൊന്നുമില്ല. ആവശ്യമുള്ള മെറ്റീരിയൽസിനെ മാത്രമേ അകത്തോട്ട് കടത്തിവിടുള്ളൂ, ആവശ്യമുള്ള മെറ്റീരിയൽസിനെ മാത്രമേ പുറത്തോട്ട് കടത്തിവിടുള്ളൂ. ഓക്കെ, അതാണ് ആരുടെ ഫംഗ്ഷൻ? സെൽ മെമ്പറൈൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എന്ത് വെച്ചാൽ കമ്പോസ്ഡ് ആയിരിക്കുന്നത് നോക്കിയേ? പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ആണ് കേട്ടോ. Cell wall is composed of protein and lipids. Okay, അതിനെ തന്നെയാണ് നമ്മൾ വേറെ പേരിൽ എന്ത് പറയുന്നത്? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽ വാൾ ഇസ് മെയ്ഡ് ഓഫ് സെൽ വാൾ അല്ല, സെൽ മെമ്പറൈൻ ഇസ് മെയ്ഡ് ഓഫ് നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് പ്രോട്ടീൻസ് എന്ന് പറയാം, ലിപ്പിഡ്സ് എന്ന് പറയാം, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഓർ ഫോസ്ഫോലിപ്പിഡ്സ്. ഓക്കെ,
അപ്പൊ അതാണ് ആരുടെ കേസ്? സെൽ മെംബ്രെയിൻ്റെ കേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് ആണ് കേട്ടോ, ലിവിങ് ആയിരിക്കും, സെൽ വാൾ പോലെ നോൺ ലിവിങ് അല്ല. അതുപോലെ തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഓക്കെ, ലിവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ലിവിങ് നമ്മുടെ നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വീണ്ടും ഡിവിഷൻ ഒന്നും നടക്കില്ല അല്ലേ, വീണ്ടും അതിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലൈഫ് ലോങ് അങ്ങനെ ഇരുന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താ? ലിവിങ്ങിൻ്റെ കേസ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ റെഗുലേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ അല്ലേ. നമുക്കറിയാം ആവശ്യമുള്ള ആൾക്കാരെ മാത്രം അകത്തോട്ട് കയറ്റി ആവശ്യമുള്ള ആൾക്കാരെ മാത്രമൊക്കെ പുറത്തോട്ട് വിടുന്നതാണ് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സെൽ മെംബ്രെയിൻ എവിടെയാ വന്നേക്കണേ നോക്കിയടാ, ഇത് സെൽ വോൾ ആണെങ്കിൽ ഇവിടെയാണ് സെൽ വോൾ എങ്കിൽ ഇവിടെയാണ് എന്ത് വരുന്നത്? സെൽ മെംബ്രെയിൻ വരുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി പ്രോട്ടോപ്ലാസം. എന്താ പ്രോട്ടോപ്ലാസം നോക്കിയടാ? ലിവിങ് ഫ്ലൂയിഡ് മാറ്റർ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ അല്ലെ. ഈ സെൽ മെംബ്രെയിൻ കണ്ടോ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ സെൽ മെംബ്രെയിൻ, ഇതിനകത്ത് കാണുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഇങ്ങനെ കുറേ ലിക്വിഡ് ആയിരിക്കും, ഇവിടെ ഒക്കെ ലിക്വിഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? നമ്മൾ പ്രോട്ടോപ്ലാസം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോട്ടോപ്ലാസം എന്നുള്ള പേര് നമ്മൾ വിളിച്ചു. ഈ പ്രോട്ടോപ്ലാസത്തിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാടാ? പ്രോട്ടോപ്ലാസത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോപ്ലാസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഓക്കെ, എങ്ങനെയാ? സൈറ്റോപ്ലാസം ഉണ്ട്, ഓക്കെ, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണുന്നത്, ന്യൂക്ലിയോപ്ലാസം, സൈറ്റോപ്ലാസം. ഓക്കെ, ന്യൂക്ലിയോപ്ലാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസ് കണ്ടോ നിങ്ങളിവിടെ, ഇതേ ന്യൂക്ലിയസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? ഇതേപോലെ തന്നെ വാട്ടറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലിവിങ് ഫ്ലൂയിഡ് മാറ്റർ അല്ലെ, ആ ഫ്ലൂയിഡ് എവിടെയുണ്ട്? ന്യൂക്ലിയസിനകത്തുണ്ട്. ഓക്കെ, ആ ന്യൂക്ലിയസിനകത്ത് കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ന്യൂക്ലിയോപ്ലാസം. ഇവിടെയുള്ള ന്യൂക്ലിയോപ്ലാസം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. നോക്കിയേ, ന്യൂക്ലിയോപ്ലാസം ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിനിന്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ന്യൂക്ലിയോപ്ലാസം എന്നുള്ള പേരിൽ വിളിക്കുന്നത്. സൈറ്റോപ്ലാസം അല്ലെ. ഇനി അടുത്തത് ഏതാണ്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ മെംബ്രെയിന്റെ പുറത്ത് കുറേ ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലെ, ഇവിടെയൊക്കെ എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിന്റെ പുറത്ത് കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രസന്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, രണ്ടിനെയും കൂടെ, എല്ലാ ഫ്ലൂയിഡിനെയും കൂടെ നമ്മൾ എന്താ പേരിട്ട് വിളിക്കുക? പ്രോട്ടോപ്ലാസം എന്നുള്ള പേരിട്ട് വിളിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, മൈറ്റോകോൺട്രിയ നോക്കുകയാണെങ്കിൽ പ്രൊകാരിയോട്ടിക് സെൽ ഇൻസൈഡ് എ യൂകാരിയോട്ടിക് സെൽ. അങ്ങനെയാണ് മൈറ്റോകോൺട്രിയ എങ്ങനെ കൺസിഡർ ചെയ്യുക? മൈറ്റോകോൺട്രിയ ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൊകാരിയോട്ടിക് സെൽ ഇൻസൈഡ് എ യൂകാരിയോട്ടിക് സെൽ. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഇറ്റ് കൺവേർട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻടു ATP അല്ലെ. പവർ ഹൗസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പവർ കൊടുക്കുക അല്ലെ. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെല്ലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള എനർജി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. എനർജി എങ്ങനെയാണ് കൊടുക്കുന്നത്? ATP മോളിക്യൂൾസിന്റെ ഫോമിലാണ് എനർജി കൊടുക്കുന്നത്. ഓക്കെ, ഇനി മൈറ്റോകോൺട്രിയ വിത്തൗട്ട് ഔട്ടർ മെംബ്രെയിൻ ഇസ് കോൾഡ് മൈറ്റോപ്ലാസ്റ്റ്. ഓക്കെ, നമുക്കറിയാം മൈറ്റോകോൺട്രിയ എങ്ങനെയാണെന്ന് അറിയാം. ഒരു ഡബിൾ മെംബ്രെയിനകത്ത് കവർ ചെയ്തിട്ടാണ് ആരിയിരിക്കുന്നത്? മൈറ്റോകോൺട്രിയ ഇരിക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ വിത്തൗട്ട് ആൻ ഔട്ടർ മെംബ്രെയിൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈറ്റോപ്ലാസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ ഇരിക്കും മൈറ്റോകോൺട്രിയ? ഓക്കെ, ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. യെസ്, ഇനി റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെ, നമ്മളിങ്ങനെ പറയാറുണ്ട്, റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ATP നിങ്ങൾ ശ്രദ്ധിക്കുക. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമ്മൾ എനർജി കറൻസി ഓഫ് ദ സെൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി സിലിണ്ടറിക്കൽ ആണ്, റോഡ് ഷേപ്ഡ് ആണ്, സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഡബിൾ മെംബ്രെയിനകത്താണ് ഇരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റും 2 കവറിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനകത്താണ് നമ്മൾ മൈറ്റോകോൺട്രിയ ഇരുത്തുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്റ്റേറ്റ്മെന്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ മെംബ്രെയിനകത്ത് ബൗണ്ടഡ് ആണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. പിന്നെ ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഫോൾസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, ക്രിസ്റ്റേ ഉണ്ട് നമ്മുടെ മൈറ്റോകോൺട്രിയക്കകത്ത്, ക്രിസ്റ്റേ ഉണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇതേ ഈ കാണുന്ന ഇങ്ങനെ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റേ പോലെ തന്നെ വേറെ ഒരാളും കൂടി ഉണ്ട്. അത് ആരാ നോക്കിയടാ? മെട്രിക്സ്. മെട്രിക്സ് എന്താണെന്നറിയോ? ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ഇന്റീരിയർ കണ്ടെയ്ൻസ് എൻസൈം ആൻഡ് കോഎൻസൈം. ഓക്കെ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ അകത്ത് കാണുന്ന
ഫ്ലൂയിഡിനെ. ഓക്കെ, മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് ഇങ്ങനെ കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? എൻസൈംസും കോ എൻസൈംസും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്ത എന്താ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ നോക്കിയേ? ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണുള്ളത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ RER ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ SCR. ഓക്കെ, ഈ റഫും സ്മൂത്തും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പം നമ്മുടെ ഒരു സർഫസിന്റെ മേളിൽ ഒന്നും ഇല്ലെങ്കിൽ അല്ലെ, ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് സ്മൂത്ത് ആയിരിക്കും അല്ലെ. നേരെ മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? മൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ, അത്ര സ്മൂത്ത്നെസ് ഉണ്ടാവില്ല അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ എവിടെയുള്ളൂ വ്യത്യാസം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മേളിലൊന്നും ഇല്ല. ഓക്കെ, ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആണ്. പക്ഷേ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സർഫസിന്റെ മേളിൽ എന്തുണ്ടെന്നറിയോ? ഒരു കുത്തു പോലെ റൈബോസോംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റൈബോസോംസ് വരുമ്പോൾ എന്താണ്? അത്ര സ്മൂത്ത് അല്ല അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റഫിനകത്ത് റൈബോസോം ഉണ്ട് അല്ലെ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ അതിനകത്ത് എന്താണ് ഉള്ളത്? റൈബോസോംസ് ഉണ്ട്. പക്ഷെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ അതിനകത്ത് എന്തില്ല? റൈബോസോംസ് ഇല്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി റൈബോസോം ഉള്ളത് കൊണ്ട് തന്നെ റൈബോസോമിന്റെ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുപോലെ തന്നെ RERന്റെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ്. ഓക്കെ, ഇനി SCR എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ലടാ? റൈബോസോംസ് ഇല്ല. അവിടെ എന്താ നടക്കുന്നത്? സൈറ്റ് ഓഫ് സ്റ്റിറോയിഡ്സ് ഓർ ലിപ്പിഡ് സിന്തസിസ് അല്ലെ. സ്റ്റിറോയിഡ്സിന്റെയും ലിപ്പിഡ്സിന്റെ ഒക്കെ സിന്തസിസ് നടക്കും. അത് കൂടാണ്ട് ഡീടോക്സിഫിക്കേഷൻ നടക്കും. ഓക്കെ, SCRൽ എന്താ നടക്കുന്നത്? ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രഗ്സ് ആയാലും അല്ലെങ്കിൽ പോയിസൺ ആയാലും ഇതിന്റെ എല്ലാത്തിൻ്റെയും എന്ത് നടക്കുന്നുണ്ടടാ? ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എവിടെയാണ്? SCRൽ കേട്ടോ. ദേ ഇവിടെ കാണുന്നതാണ് SCR. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇനി തൊട്ട് ചിലപ്പോൾ നമുക്ക് ഫിഗർ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, SSCക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗേഴ്സും നന്നായിട്ട് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിൽ ഒന്നും ഇല്ലാത്തതാണ്. റഫ് ആവുമ്പോൾ എന്തായിരിക്കും? മേളിൽ ഇങ്ങനെ കുത്തു കാണുന്നുണ്ടോ? ഈ കുത്താണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഗറിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണും. യെസ്, കിട്ടി, മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, ഈ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് കമീലിയോ ഗോൾഗിയാണ് കേട്ടോ. ആരാ കണ്ടുപിടിച്ചേ? കമീലിയോ ഗോൾഗിയാണ് കണ്ടുപിടിച്ചത്. കമീലിയോ ഗോൾഗി. ഓക്കെ, നമ്മൾ പഠിക്കും. ഓക്കെ, ഓരോന്നും ആരാ കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഇനി എന്താ ചെയ്യുന്നത് നോക്കിയേ. It is a secretory organelle of the cell made up of a sac-like flattened structure. Okay, സാക്ക് പോലെ ഉണ്ടാവും. ഓക്കെ, ചാക്ക് പോലെ ഉണ്ടാവും. ഇൻ പ്ലാന്റ്സ് ഇറ്റ് ഇസ് മോർ ഇൻ നമ്പർ അല്ലെ. പ്ലാന്റ്സിൽ ഗോൾഗി അപ്പാരറ്റസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, മെച്ചുറിങ് ഫേസസ് കോൺകേവ്. മെച്ചുറിങ് ഫേസ് അതിൻ്റെ കോൺകേവ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ പഠിക്കുക. ഫംഗ്ഷൻ എന്താണെന്നറിയോ? സ്റ്റോറേജ്, പ്രോസസ്സിങ് ആൻഡ് പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, സ്റ്റോറേജ് അതുപോലെ പ്രോസസ്സ് ചെയ്യുന്നതും പാക്കേജിങ്ങും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഗോൾഗി ബോഡീസ് ആണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ് ആണ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ. ഓക്കെ, സെല്ലിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ റൈബോസോംസ്. ഓക്കെ, റൈബോസോംസ് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. റൈബോസോംസ് എന്താ നോക്കിയേ? മൈന്യൂട്ട് നോൺ മെംബ്രെയിനിയസ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അതിന് മെംബ്രെയിൻ ഒന്നുമില്ല, കവർ ചെയ്യാനൊന്നും ചുറ്റും ആരും ഇല്ല, പാവമാണ് കേട്ടോ. ഓക്കെ, കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ അല്ലേ. എന്ത് വെച്ചാൽ കമ്പോസ് ചെയ്തേക്കുന്നത്? RNA ആൻഡ് പ്രോട്ടീൻ വെച്ചിട്ടാണ്. ഓക്കെ, ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ER അല്ലേ. നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ടും നമ്മളിങ്ങനെ കാണാറുണ്ട്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഓഫ് റൈബോസോംസ് അറ്റാച്ച്ഡ് ടു mRNA is known as പോളിസോംസ്. ഓക്കെ, mRNAയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന റൈബോസോംസിനെ നമ്മൾ എന്താ പറയുക? പോളിസോംസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, പോളിസോംസ് ട്രാൻസ്ലേറ്റ് mRNA into പ്രോട്ടീൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് റൈബോസോം ഇസ് നോൺ ആസ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ കാണുന്നുണ്ട്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്നുണ്ടെന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, പ്ലാസ്റ്റിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിഡ്സ് എന്തിനു മാത്രമേ ഉള്ളൂടാ? പ്ലാന്റ് സെൽസിൽ മാത്രമേ പ്ലാസ്റ്റിഡ്സ് ഉള്ളൂ, അനിമൽ സെൽസിൽ ഇല്ല. ഓക്കെ, ഈ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ, അനിമൽ സെൽസിലില്ല. ഓക്കെ, 3 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണുള്ളത്. ആദ്യത്തെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാം ഗ്രീൻ ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ കിച്ചൺ ഓഫ് ദ സെൽ അല്ലെ, നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നതുകൊണ്ടാണ് ഫോട്ടോസിന്തസിന്റെ പ്രോസസ് ഒക്കെ വരുന്നത് അല്ലെ. പറയാം ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലെ, കണ്ടെയ്ൻ ക്ലോറോഫിൽ അല്ലെ, ക്ലോറോപ്ലാസ്റ്റിലാണ് എന്തുള്ളത്, ക്ലോറോഫിൽ ഉള്ളത് അല്ലെ, ബൗണ്ടഡ് ബൈ 2 മെംബ്രെയിൻ അല്ലെ, ഗ്രാന ഉണ്ട്, ഗ്രാന എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് റൈറ്റ് റിയാക്ഷനും സ്റ്റോമ എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷനുമാണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേട്ട് കാണും. ഓക്കെ, നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്രയും പഠിച്ചു വെക്കുക. എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്, കിച്ചൺ ഓഫ് ദ സെൽ എന്നറിയപ്പെടും, ഫോട്ടോസിന്തസിന്റെ സൈറ്റ് ആണ്, ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാനയും സ്ട്രോമയും ഒക്കെ ഉണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വയ്ക്കാം. ഇനി ക്രോമോപ്ലാസ്റ്റിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ പ്രൊവൈഡ്സ് വേരിയസ് കളേഴ്സ് ടു പ്ലാന്റ്സ്. ഓക്കെ, ഒരുപാട് കളേഴ്സ് കൊടുക്കാറുണ്ട്, എക്സെപ്റ്റ് ഏതാണ്, ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളർ ഒഴിച്ച് വേറെ കളറുകൾ കൊടുക്കുന്ന ആളാണ് ആര്, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാരറ്റിന് കെരോട്ടിൻ അല്ലെ, കെരോട്ടിൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ക്യാരറ്റിന് ആ കളർ വന്നേക്കുന്നത് അല്ലെ. അതേപോലെ ടേമറിക്കിന് കളർ വന്നതോ കുർക്കുമിൻ കാരണമാണ് ആ കളർ വന്നേക്കുന്നത്. ടൊമാറ്റോനാണെങ്കിൽ ലൈക്കോപ്പിൻ കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ക്യാരറ്റിന് കെരോട്ടിൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്, ടർമറിക്കിന് കുർക്കുമിൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്, ടൊമാറ്റോയ്ക്ക് ലൈക്കോപ്പിൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സിനും പ്ലാന്റ്സിനും ഒക്കെ ഗ്രീൻ കളർ ഒഴിച്ച് ബാക്കിയുള്ള കളറുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കളർലെസ് ആണ്. ഓക്കെ, സ്റ്റോറേജിനാണ് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ റൂട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ അല്ലെങ്കിൽ റൂട്ട്സിലൊക്കെയാണ് ആരെ കാണുന്നത്, ല്യൂക്കോപ്ലാസ്റ്റിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം പ്ലാസ്റ്റിഡ്സിന്റെ കേസിൽ. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും കാണും. ഓക്കെ, യെസ്, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റിന്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം നോക്കിയേ, അമൈലോപ്ലാസ്റ്റ് ഉണ്ട്, അലീറോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എലയോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവർക്ക് ഓരോർക്കും ഓരോ ഫംഗ്ഷൻ ആണ്. 3 പേരും സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റോറേജ് തന്നെയാണ് 3 പേരെയും ഫംഗ്ഷൻ, പക്ഷെ ഓരോരുത്തരും സ്റ്റോർ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ അമൈലോപ്ലാസ്റ്റ് ആണെങ്കിൽ ഇറ്റ് സ്റ്റോർസ് കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച്. അലീറോപ്ലാസ്റ്റ് ആണെങ്കിൽ ഇറ്റ് സ്റ്റോർസ് പ്രോട്ടീൻ അല്ലെ, എന്താ സ്റ്റോർ ചെയ്യുന്നത്, പ്രോട്ടീൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്. എലയോപ്ലാസ്റ്റ് ആണെങ്കിലോ ഇറ്റ് സ്റ്റോർസ് ഫാറ്റ് ഓർ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഓയിലൊക്കെയാണ് ആര് സ്റ്റോർ ചെയ്യുന്നത്, എലയോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ലൈസോസോംസ്. ഓക്കെ, ലൈസോസോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ലൈസോസോം എന്ന് പറയുന്നത്. ലൈസോസോമിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ ലൈസോസോം ഇസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. ഓക്കെ, ഒരു സെല്ലിന്റെ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോം ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇന്റർസെല്ലുലാർ ഡൈജഷൻ. ഓക്കെ, ഇൻട്രാസെല്ലുലാർ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലൈസോസോം ആണ്. ഇറ്റ് ഇസ് നോൺ ആസ് ഗാർബേജ് ഡിസ്പോസൽ. ഓക്കെ, ഒരു സെല്ലിന്റെ ഗാർബേജ് ഡിസ്പോസൽ അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ വേസ്റ്റ് ബിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്, ലൈസോസോം ആണ്. ഓക്കെ, സംഭവം എന്താന്ന് പറഞ്ഞാൽ ലൈസോസോമിൽ ഹൈഡ്രോലിറ്റിക് എൻസൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ സെല്ലിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുന്ന സമയത്ത് ലൈസോസോം എന്ത് ചെയ്യും, ഈ ഹൈഡ്രോലിറ്റിക് എൻസൈം സിന്തസൈസ് ചെയ്യും. ഓക്കെ, അത് പുറത്ത് വിടുന്ന സമയത്ത് അതെന്ത് സംഭവിക്കും, ആ സെല്ലിനെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള കാരണമാവും. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ലൈസോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈം അതിൻ്റെ തന്നെ സെല്ലുകളെ നശിപ്പിച്ചു കളയും. ഓക്കെ, അതുകൊണ്ടാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെല്ലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക, സാക്ക് പോലെ ആയിരിക്കും ലൈസോസോം കാണുന്നുണ്ടാവുക. സെൽ മെംബ്രെയിൻ ഉണ്ട്, സിംഗിൾ മെംബ്രെയിൻ ആണ് കേട്ടോ, ഡബിൾ മെംബ്രെയിൻ അല്ല, ഒരു സിംഗിൾ മെംബ്രെയിനകത്താണുള്ളത്. ഓക്കെ, ഫൗണ്ട് ഇൻ ദ RBC ഓഫ് മാമൽ. ഓക്കെ, നോട്ട് ഫൗണ്ട് ഇൻ ദ RBC ഓഫ് മാമൽസ്. ഓക്കെ, നമ്മുടെ മാമൽസ് അല്ലെ, നമ്മൾ മാമൽസ് ആണ്, നമ്മുടെ ഒന്നും RBCയിൽ അല്ലെ, റെഡ് ബ്ലഡ് സെല്ലിൽ എന്തില്ല, നമ്മുടെ ലൈസോസോം ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് എങ്ങനെ കാണുന്നതാണ്, നമ്മളിങ്ങനെ എടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ലൈസോസോം കാണാൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും എന്ത് ചെയ്യുക, ഫിഗറുകൾ നന്നായിട്ട് നോക്കി പോവാം. ഓക്കെ, ഫിഗറിന് ഇതിലോട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ വാക്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാക്യൂള് പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ വാക്യൂള് വലുതാണ്, അതുപോലെ തന്നെ പെർമനൻ്റ് ആണ്. ഏതിൻ്റെ കേസിലാണ് പറയണേ, പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ. അനിമൽ സെല്ലിൻ്റെ കേസിലാണെങ്കിൽ വാക്യൂള് ചെറുതാണ്, അതുപോലെ തന്നെ ടെമ്പററി ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ ഞാനിപ്പോൾ പറഞ്ഞത് നോക്കിയേ, ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കുക. പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ വാക്യൂൾ എങ്ങനെയാണ്, ലാർജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പെർമനൻ്റ് ആണ്. ഓക്കെ, ഇനി
അനിമൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോൾ എന്താ പറഞ്ഞേ, അനിമൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ സ്മോൾ ആണ്. അതുപോലെ തന്നെ വേറെന്താ കൂടി പറയാ, സ്മോൾ അല്ലാണ്ട് ടെമ്പററി ആണ്. ഓക്കെ, ഈ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഡിഫറൻസുകൾ നമ്മൾ എപ്പോഴും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നോൺ ലിവിംഗ് ആണ്. വാക്യൂൾസ് എന്താണ്? നോൺ ലിവിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സിംഗിൾ മെമ്പറൈനകത്താണുള്ളത്. മെമ്പറൈനകത്ത് എന്തുണ്ട്? ടോണോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെമ്പറൈന് നമ്മൾ, അതായത് വാക്യൂളിന്റെ മെമ്പറൈൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടോണോപ്ലാസ്റ്റ്. ഇപ്പൊ ഇതല്ലേ വാക്യൂള്, ഇതിന്റെ പുറത്തുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ പുറത്തുള്ളതിനെ നമ്മൾ ഇതിനെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ പുറത്തുള്ളതിനെ നമ്മൾ എന്താ പറയാ? ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി പ്ലാന്റ് സെൽ എന്ന് പറയുന്ന 90% ഓഫ് സെൽ വോളിയം ഇസ് വാക്യൂൾ അല്ലെ. ഒരു പ്ലാന്റ് സെല്ലിലെ 90% എന്താണ്? വാക്യൂൾ ആണ്. ഇപ്പൊ ഇതാണ് ഒരു പ്ലാന്റ് സെല്ല്. ഓക്കെ, നോക്കിയേ, ഭൂരിഭാഗം പോർഷനിലും ആരാ ഉള്ളത്? വാക്യൂൾ ആണുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇറ്റ് സ്റ്റോർസ് ടോക്സിക് മെറ്റബോളിക് വേസ്റ്റ്. എന്താ പുള്ളി ചെയ്യുന്നത്? ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ പറയുന്ന വാക്യൂൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ വാട്ടർ കണ്ടന്റ് ഒക്കെ ഓസ്മോ റെഗുലേഷൻ നമ്മൾ പഠിച്ചു കാണുമല്ലോ അല്ലെ. മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, വാട്ടർ കണ്ടന്റ് മെയിൻ ആയിട്ട്, വാട്ടർ കണ്ടന്റ് അല്ല, നമ്മൾ മെയിൻ ആയിട്ട് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സൈസിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ് സെല്ല് അനിമൽ സെല്ല് എന്താ വ്യത്യാസം നോക്കിയേ. പ്ലാന്റ് സെല്ലിന്റെ സൈസ് കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ്? സൈസ് കുറച്ചുകൂടെ വലുതാണ്. അനിമൽ സെല്ലിലാണെങ്കിലോ സൈസ് കുറച്ചുകൂടെ ചെറുതാണ്. ഓക്കെ, ഇനി സെൽ വോളിന്റെ കേസ് എടുക്കുവാണെങ്കിലോ അനിമൽ സെല്ലിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. പക്ഷെ പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട്? സെൽ വോള് ഉണ്ട്. ഓക്കെ, ഇനി പ്ലാസ്റ്റിഡ്സിന്റെ കേസിലാണെങ്കിലോ നമ്മുടെ പ്ലാന്റ് സെല്ലില് പ്ലാസ്റ്റിഡ്സ് ഉണ്ട് അല്ലെ. നമ്മൾ പഠിച്ചു അല്ലെ, 3 പ്ലാസ്റ്റിഡ്സ് പഠിച്ചു. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 പ്ലാസ്റ്റിഡ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ അത് എന്തിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. അനിമൽ സെല്ലിൽ വേണ്ട അല്ലെ. ക്ലോറോഫില് വേണോ? വേണ്ട അല്ലെ. അപ്പൊ അത് ഇല്ല. ഓക്കെ, ഇനി സെൻട്രിയോൾസ് ആൻഡ് സെൻട്രോസോം. ഓക്കെ, സെൻട്രോസോം എന്തിലില്ല? പ്ലാന്റ് സെല്ലിലില്ല. എന്തിൽ മാത്രമേ ഉള്ളൂ? അനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. സെൻട്രോസോം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നേ അല്ലെ, സെൻട്രൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി വാക്യൂൾ നോക്കിയേ, പ്ലാന്റ് സെല്ലിൽ എന്താണ്? വലുതാണ്. അനിമൽ സെല്ലിൽ എന്താണ്? ചെറുതാണ്, അല്ലെങ്കിൽ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ടെമ്പററി ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഗ്രോത്തിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ നോക്കിയാൽ നിങ്ങളിവിടെ ഗ്രോത്ത് ലോക്കലൈസ്ഡ് ഗ്രോത്ത് ആണ്. ലിമിറ്റഡ് ടു എ സ്പെസിഫിക് ഏരിയ ലൈക്ക് ഷൂട്ട്, റൂട്ട്, അപ്പെക്സ് അല്ലെ. ഷൂട്ടിന്റെ ഗ്രോത്ത്, റൂട്ടിന്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ അപ്പെക്സിന്റെ ഗ്രോത്ത്, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രോത്ത് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ടൈം അല്ലെ. എൻറ്റയർ ടൈമിൽ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആണത് അല്ലെ. ചെറുതായി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് എങ്ങനെയായിരിക്കും? ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു സ്പെസിഫിക് ഏരിയ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത്? മെരിസ്റ്റംസ് കാരണമാണ് അല്ലെ. എന്താണ് മെരിസ്റ്റംസ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ആ മെരിസ്റ്റംസ് ഉള്ളത് കൊണ്ടാണ് ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പിക്കൽ മെരിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു കാണും. ഇനി പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇനി അനിമൽ സെല്ലിന്റെ കേസിൽ വരുവാണെങ്കിൽ ഗ്രോത്ത് ഇസ് ഓൾ ഓവർ ദ ബോഡി അല്ലെ. മൊത്തത്തിലുള്ള ബോഡിയിലുള്ള ഗ്രോത്ത് ആണ്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഓരോ ഷൂട്ട് ഗ്രൂത്ത്, റൂട്ട് ഗ്രോത്ത് അല്ലെ, അങ്ങനെയല്ല അല്ലെ. കയ്യിൽ മാത്രം ഗ്രോത്ത്, കാലിൽ മാത്രം ഗ്രോത്ത്, അങ്ങനെയാണോ? നമുക്ക് അല്ല അല്ലെ. ഇനി ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതുപോലെ ഫുൾ ടൈം ആണോ? കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ടൈം ആണോ? അല്ല അല്ലെ. നമുക്ക് എങ്ങനെയാണ്? ഒരു പീരീഡ് വരെ നമ്മൾ വളരുള്ളൂ അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വളർച്ച ഉണ്ടാവില്ല. ഓക്കെ, ഇനി ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? നമ്മുടെ എന്തിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ, അനിമൽ സെല്ലിൽ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. പ്ലാസ്റ്റിഡ്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ടേംസിന്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ബയോളജി അല്ലെ, ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാടാ? അത് നമ്മുടെ ലാമാർക്കും ട്രെവിറാനസും ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെല്ലാണെങ്കിലോ റോബർട്ട് ഹൂക്ക് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പൊ പഠിക്കാം. മൈറ്റോകോൺട്രിയ കോയിൻ ചെയ്തത് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ ടേം കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൾ ബെൻറ്റെ ആണ്. ഓക്കെ, പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും കാൾ ബെൻറ്റെ ആണ് കേട്ടോ. ഇനി പ്രോട്ടോപ്ലാസത്തിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ പുർക്കിൻജെ ആണ് ഓക്കെ കോയിൻ ചെയ്തത്. ക്രോമസോം ആണെങ്കിൽ ബാൽഡെ ആണ് കോയിൻ ചെയ്തത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. ഇനി ന്യൂക്ലിയസിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ റോബർട്ട് ബ്രൗൺ ആണ്, നമ്മൾ പഠിച്ചു. DNA ആണെങ്കിലോ വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ, നമ്മൾ നല്ല പരിചയം ഉണ്ടാവും നമുക്കത്. മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ആർ ഓൾട്ട്മാൻ ആണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആർ ഓൾട്ട്മാൻ ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ KR പോർട്ടർ ആണ്. ഓക്കെ, KR പോർട്ടർ ആണ്.
റൈബോസോം ആണെങ്കിൽ GE പാൽഡെ ആണ്. ഓക്കെ, പാൽഡെ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? റൈബോസോം കണ്ടുപിടിക്കുന്നത്. ഗോൾഗി ബോഡീസ് ആണെങ്കിലോ കമീലിയോ ഗോൾഗി, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, കമീലിയോ ഗോൾഗി ആണ്. ലൈസോസോംസ് ആണെങ്കിൽ ഡി ഡ്യൂവെ ആണ്. ഓക്കെ, ഡി ഡ്യൂവെ ആണ് കണ്ടുപിടിക്കുന്നത്. സെൻട്രോസോം ആണെങ്കിലോ ടി ബൊവേറി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെല്ലിൻ്റെ ബേസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നിങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും പിന്നെയും പിന്നെയും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്